മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളത്തില് പലപ്പോഴും പലരും ജയിക്കാറുണ്ട്. ഒരു പ്രശ്നമുണ്ടാക്കി അത് പരിഹരിക്കാതെ അടുത്ത പ്രശ്നമുണ്ടാക്കി ആദ്യത്തെ പ്രശ്നത്തെ തമസ്കരിക്കുക, മൂന്നാമത്തെ പ്രശ്നമുണ്ടാക്കി രണ്ടാമത്തെ പ്രശ്നത്തെ തമസ്കരിക്കുക, നാലാമത്തെ പ്രശ്നമുണ്ടാക്കി മൂന്നാമത്തേതിനെ തമസ്കരിക്കുക. അതൊരു വശത്ത്. അതേപോലെ യേശു ഏകരക്ഷകൻ, യേശു ഏകരക്ഷകൻ, ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ട് ഇതാക്കാം. തനി മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് കൊണ്ട് ജയിച്ചാലും അത് മതേതരത്വമാണെന്ന് പറയുക. മുസ്ലിങ്ങളെ മാത്രം ഉപയോഗിച്ച് മുസ്ലിം പേരിലുള്ള പാർട്ടി, അതും മതേതര പാർട്ടിയാണ് എന്ന് പറയുക. ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്നവര് ന്യൂനപക്ഷത്തിനെതിരെ ഒന്നും ചെയ്തില്ലെങ്കിലും അത് വർഗീയ പാർട്ടിയാണെന്ന് പറയുക. പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്മ ആര് ചെയ്തു എന്ന് നോക്കിയിട്ട് മാത്രം അത് നന്മയാണെന്ന് പറയുക. തിന്മ ചെയ്താലും നമ്മുടെ പാർട്ടിക്കാരാണ് ചെയ്തതെങ്കിൽ അത് തിന്മയല്ലാതെയാവുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ്. ഒരു പക്ഷേ അടുത്ത കാലത്ത് നടന്ന ഇലക്ഷന്റെ വോട്ടിംഗ് പോലും വളരെ വിദ്യാഭ്യാസമുള്ള കേരളീയരെ, മതേതരത്വം എന്ന് ഉറക്കെ രാവും പകലും പറയുന്നവർ പോലും ഒരു പ്രത്യേക മതത്തിലുള്ളവനെയാണ് അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുക. അത് മതേതരത്വമാണ്. പക്ഷെ മതേതരത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഗീബൽസിന്റെ തിയറിയാണ്. ഒരു നുണ 100 പ്രാവശ്യം സത്യമാണെന്ന് പറഞ്ഞ് ആവർത്തിച്ചാല് ജനങ്ങളത് വിശ്വസിച്ചോളും. അപ്പോ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ജയിക്കണമെങ്കിൽ. പിന്നെ ഒടുക്കമേ നിർത്താവും, ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. അവസാനത്തെ ആണിയടിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് മറക്കാതിരിക്കുക. അപ്പൊ അയാൾ ജയിക്കും. ആരെന്ത് പറഞ്ഞാലും അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ഒടുക്കം വരെ ഒച്ചയെടുത്ത് പറഞ്ഞ് അവസാനമേ നിർത്താവും. അപ്പോൾ അവസാനം പറഞ്ഞ ആൾ ജയിക്കും. ഇനി ഇതൊക്കെ വിളിച്ചു പറയാൻ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊന്നും നിർബന്ധമില്ല, ഒരറിവും വേണമെന്നില്ല. വേദത്തെ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്യുക, ഭഗവത്ഗീതയുടെ വരിയെടുത്ത് അത് ബൈബിളിന്റെ വരി ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുക. തനി തീവ്രവാദം നടക്കുമ്പോഴും ആ തീവ്രവാദിയെ തൂക്കിലേറ്റിയാല് അതിനെതിരെ മനുഷ്യാവകാശത്തിന്റെ പേരില് സമരം ചെയ്യുക. അതാണ് പത്രസ്വാതന്ത്ര്യമെന്നും അതാണ് ആവിഷ്കരണ സ്വാതന്ത്ര്യമെന്നും അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യമെന്നും പറയുക. ജ്ഞാനപീഠം അവാർഡ് കിട്ടിയവർ വരെ അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്കാർ ചെയ്യുന്ന തിന്മകൾക്കെതിരെ മിണ്ടാതിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെടാത്ത പാർട്ടികൾ ചെയ്യുന്നത് നന്മ നിറഞ്ഞതാണെങ്കിൽ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ MT വാസുദേവൻ നായർ ഉൾപ്പെടെ ആ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കുക, നന്മയ്ക്കെതിരെ പാർട്ടി പ്രതികരിച്ച പോലെ പ്രതികരിക്കുക. ശരിക്ക് എൻ്റെയൊക്കെ മുമ്പിൽ MT വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരതുല്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോ അദ്ദേഹം തനി തറ രാഷ്ട്രീയം പോലെ പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ, എത്രയോ തിന്മകൾ നടന്നിട്ട് മിണ്ടാണ്ടിരിക്കുക. എന്നാൽ വളരെ നല്ല കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക. ഇവരൊക്കെ എങ്ങനെയാ അടുത്ത തലമുറയ്ക്ക് മാതൃകയാവുക? അത്ഭുതം തോന്നാറുണ്ട് എനിക്ക്. ഏതായാലും 3 വാക്കുകൾ ഓർക്കാം. ഉറക്കെ പറയുന്നവൻ ജീവിതത്തിൽ കേരളത്തിൽ രക്ഷപ്പെടും, ജയിക്കും. ഒടുക്കം നിർത്തുന്നവനും കേരളത്തിൽ രക്ഷപ്പെടും, ജയിക്കും. ഒന്നും അറിയാത്തവനും കേരളത്തിൽ രക്ഷപ്പെടും, ജയിക്കും. പക്ഷേ നിങ്ങൾ അക്കൂട്ടത്തിൽ പെടണോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇത് വേദനാജനകമായിട്ടുള്ളൊരവസ്ഥയാണ്. വിപ്രാഹ സന്തു നിർഭയ എന്ന വേദം പറയുന്നത്, ധർമ്മശാസ്ത്രവും പറയുന്ന വരിയാണിത്. അറിവുള്ളവർ നിർഭയരായിട്ട് ജീവിക്കണം. വിപ്രാഹ സന്തു നിർഭയ, അവർ നന്നായിട്ട് ജീവിക്കണം. എന്നാലേ ലോകത്തിൽ നന്മ വരുള്ളൂ. നിനക്കെതിരെ സംസാരിക്കുന്നവരും നിന്റെ പരാജയത്തെ ചൂണ്ടിക്കാണിക്കുന്നവരും തുറന്ന അഭിപ്രായം സത്യസന്ധമായിട്ട് പറയുന്നവർക്കും സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ നീ അനുവാദം നൽകുന്നുണ്ടല്ലോ ഇല്ലേ ഭരത എന്നാ ശ്രീരാമൻ ചോദിച്ചത്. നിന്നെ വിമർശിക്കുന്നവരും തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ എതിർക്കുന്നവരും സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവരും
വിധേയത്വമില്ലാതെ അവരുടെ സ്വാതന്ത്ര്യത്തെ നീ ഹനിക്കുന്നില്ലല്ലോ അല്ലേ ഭരത എന്നാ ശ്രീരാമൻ ത്രേതായുഗത്തിൽ ചോദിച്ചത്. ഇവിടെ നമ്മുടെ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവര്, നമുക്കെതിരെ സംസാരിക്കുന്നവര്, നമ്മുടെ പരിപാടികൾക്കെതിരെ സംസാരിക്കുന്നവരുടെ വായ മൂടിക്കെട്ടാൻ പാകത്തിനും, നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവര്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, നമ്മൾ ചെയ്യുന്നതെല്ലാമാണ് ശരിയെന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ബുദ്ധിജീവി പോലും ന്യായീകരിക്കപ്പെടുന്ന, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാൻ വിസമ്മതിച്ച് തെറ്റിനെ പോലും ശരി എന്ന് പറയുന്ന, ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന കേരളത്തില് ചിലപ്പോൾ വന്ന് പ്രവർത്തിക്കേണ്ടി വന്നതിൽ ദുഃഖം തോന്നാറുണ്ടെന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ തോന്നാറുണ്ട്, പറയാറില്ല, തോന്നാറുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.